നമ്മുടെ ഉമ്മാൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ വീട്ടിലൊരു യന്ത്രത്തെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് തനിയെ ഇരുന്ന് കുറേ പരാതികൾ പറയുന്നത് കേൾക്കാം. വീട്ടിലുള്ളവരോടൊക്കെ ചുമ്മാ അങ്ങ് ദേഷ്യപ്പെടുന്നതും കാണാം. പക്ഷെ ഒരു ദിവസം, വെറും ഒരു ദിവസം, ആ ഉമ്മ ആ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. പോയതൊരു സ്വർഗത്തിലേക്കാണെങ്കിൽ പോലും ആ ഉമ്മാക്ക് അവിടെ സമാധാനം ഉണ്ടാവില്ല. അവരുടെ മനസ്സ് മുഴുവൻ ആ വീടിന് ചുറ്റുമായിരിക്കും. അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടാവുമോ? കറിയൊക്കെ വെക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഞാനില്ലാതെ അതൊക്കെ എങ്ങനെ ശരിയാവും? ഇങ്ങനെയുള്ള ആവലാതികൾ അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പറ്റുമെങ്കിൽ ആ നിമിഷം തന്നെ ആ വീട്ടിലേക്ക് തിരിച്ചോടാൻ അവർ തയ്യാറാകും. കാരണം ഉമ്മക്ക് ആ വീടൊരു കെട്ടിടമല്ല, അവരുടെ ലോകമാണത്. പരാതി പറയുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ആ വീടിൻ്റെ ഓരോ സ്പന്ദനവും തന്നിലൂടെ ആവണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നമ്മൾ കരുതുന്നത് ഉമ്മയെ കൊണ്ടാണ് ആ വീട് നടക്കുന്നത് എന്നാണ്. എന്നാൽ സത്യം അതല്ല. ഉമ്മ തന്നെയാണ് ആ വീട്. ആ ശ്വാസം നിലച്ച പിന്നെ അവിടെ ബാക്കിയുണ്ടാവുക വെറും ശൂന്യത മാത്രമായിരിക്കും. ഉമ്മ ഇങ്ങനെയാ. പരാതികൾക്കിടയിലും നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരത്ഭുതം തന്നെയാണ് ഉമ്മ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.